നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. In acidic medium, H2O2 changes Cr2O7 minus to CrO5 which has two bonds. എന്തുണ്ട്? Two oxygen bonds ഉണ്ട്. Then oxidation state of Cr in CrO5. എടാ എന്താ ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ Cr2O7 -2 ഇല്ലേ, ഇതിനെ ആരാക്കും? CrO5ലേക്ക് ഒരു അസിഡിക് മീഡിയത്തിൽ ചേഞ്ച് ചെയ്യും. ആര്? H2O2 ഇയാളെ ചേഞ്ച് ചെയ്യും. ഓക്കെ ഫൈൻ. ദെൻ CrO5ന്റെ ഒരു സ്ട്രക്ചർ ഒക്കെ ഉണ്ടാകും which has two bonds ഒക്കെ ഉണ്ട്. ഫൈൻ. ദെൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Cr in CrO5 ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Cr in CrO5. എടാ സിംപ്ലി വേറെ ഒന്നും ഇതിനകത്ത് അറിയാനില്ല. CrO5 എന്ന് പറയുന്ന ആളുടെ സ്ട്രക്ചർ മാത്രം പഠിച്ചാൽ മതി. CrO5 എന്നുള്ളതിന്റെ സ്ട്രക്ചർ മാത്രം പഠിച്ചാൽ മതി. ക്രോമിയത്തിന് എന്ത് കിട്ടും? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടും. നോക്കാം. എടാ ക്രോമിയം സെൻട്രൽ ആറ്റമായിട്ടിരുന്നിട്ട് ഈ O5 എന്ന് പറയുന്ന ഒരു 4 ഓക്സിജന്റെ അതിന്റെ 4 സൈഡിലും ഇങ്ങനെയായിരിക്കും ബോണ്ടിൽ ഉണ്ടാവുക. ദെൻ ഇവര് തമ്മിലും ഒരു ബോണ്ട് ഉണ്ടാവും. ക്ലിയർ ആണോ? ഇനിയുള്ള ഒരു ഓക്സിജൻ ഡബിൾ ബോണ്ട് വഴിയായിരിക്കും ഇങ്ങനെ നിൽക്കുക. ഇതാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചറിൽ നിന്ന് അതിന്റെ ചാർജ് മനസ്സിലാക്കി സിംപ്ലി നമുക്ക് ക്രോമിയത്തിന്റെ എന്ത് കിട്ടും? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടും. നോക്കാം. എടാ നോക്കിക്കോ, ഓരോ ഓക്സിജനും ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ ഓക്സിജനും എന്തായിരിക്കും? -1 ആയിരിക്കും. ദെൻ ഇത് 4ന്റെയും -1 ആയിരിക്കും ചാർജ് വരിക. അപ്പൊ ഈ ഓക്സിജൻ എത്ര വരൂടാ? -2 എന്ന് വരും. സോ നമുക്ക് സിംപ്ലി എന്ത് ചെയ്യാം? ടോട്ടൽ ഓക്സിജന്റെ എത്രയുണ്ടെന്ന് നോക്കാം. നോക്കിയേ, -4ഉം -2ഉം എത്ര വരും? -6 ആണ് ടോട്ടൽ ഓക്സിജന്റെ വരിക. CrO5 അല്ലേ? CrO5 ആണ്. അതിൽ ഓക്സിജൻ നമുക്ക് കിട്ടി -6 ആണെന്നുള്ളത്. സോ x -6 which is equal to 0 എന്ന് എഴുതുക. then x equal +6 എന്ന് എഴുതുക. so CrO5 എടുത്താൽ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +6 ആയിരിക്കും. then ഓപ്ഷൻസിലേക്ക് വരാം. ഓപ്ഷൻ C +6 is the right answer. okay.